ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു നെയ്ച്ചോറും ചിക്കൻ സ്റ്റൂ ആയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ എങ്ങനെയാണ് വെക്കുന്നത് ആ രീതിക്ക് മാത്രമാണ് കാണിക്കുന്നത്. അപ്പം മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യേ വേണ്ട. സോ പിന്നെ അതിൽ നെയ്ച്ചോറ് ഞാൻ സൈഡായിട്ട് വെച്ചിട്ടുണ്ട്. അത് പിന്നെ നിങ്ങളാർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഉള്ളി, ഒരു പകുതി ആയാലും മതി കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഉള്ളി എടുത്തു, അത് നന്നായിട്ടൊന്ന് ജസ്റ്റ് കളറ് മാറരുത്, അങ്ങനെ ജസ്റ്റ് വഴറ്റിയതിന് ശേഷം പച്ച തക്കാളി, കഴിയുന്നത് പച്ച കളറുള്ള തക്കാളി ആണെങ്കിൽ അതെടുക്കുക. കാരണം നമ്മളെ ഈസ്റ്റിൻ്റെ കളർ മാറാതിരിക്കാനാണ് ഞാൻ തക്കാളി യൂസ് ചെയ്യുന്നത്. എനിക്കിഷ്ടമുള്ളതുകൊണ്ട് കേട്ടോ. ചിലരൊന്നും തക്കാളി യൂസ് ചെയ്യാറില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പട്ട, പൂവ്, ഏലക്കായി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടുക. പിന്നെ ഞാനൊരു ഉരുളക്കിഴങ്ങ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട്. പിന്നെ നമ്മളെ പണി എളുപ്പമാക്കാൻ ഇതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ യൂസ് ചെയ്യുക. അങ്ങനെ പണി എളുപ്പമാക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ അതും കൂടി ചേർക്കുന്നുണ്ട്. അത് ചേർത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അത് നന്നായി കഴുകി ഡ്രെയിൻ ചെയ്തതിന് ശേഷം അതിലേക്ക് ഇടുക. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കുറച്ചൊന്ന് വേവിക്കുക. അപ്പം നമ്മുടെ നെയ്ച്ചോറ് ആയിട്ടുണ്ട്. സോ ഇത് ഒന്ന് കുക്കായതിന് ശേഷം ഞാൻ കുറച്ച് തൈരും പച്ചമുളകും കൂട്ടി അടിച്ച ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ലൂസിലാണ് ഒഴിക്കുന്നത്. അങ്ങനെ അത് ഓവർ തിളയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് കുക്കായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓൾറെഡി ഇത് ചിക്കൻ നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പാടുള്ളൂ. സാധാരണ ഫസ്റ്റ് പാല് സെക്കൻഡ് പാലും ഒക്കെ ഒഴിക്കും, പക്ഷെ ഞാൻ ഒരൊറ്റ പാലേ ഒഴിക്കാറുള്ളൂ. അത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. അങ്ങനെ ചിക്കൻ നല്ലോണം വെന്തതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക. ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളപ്പിച്ച് അതിൻ്റെ ടേസ്റ്റ് പോക്കാൻ നിൽക്കരുത്. ഇതിനിടയ്ക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. പിന്നെ അവസാനം തേങ്ങാപ്പാലും ഒഴിച്ചതിൻ്റെ ശേഷം മാത്രം വേണം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാൻ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഇത്തിരി മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, വീഡിയോ ഇട്ടില്ല. അങ്ങനെ ഈ കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടായിട്ട് ജസ്റ്റ് ഒരു തിള വന്നതിൻ്റെ ശേഷം ഓഫാക്കാം കേട്ടോ. ഇതിൽ ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് എടുത്ത് നോക്കിയാൽ അപാര ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കൽ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. സോ നല്ല നെയ്ച്ചോറും നല്ല ഈസ്റ്റ് കറിയും, അതിന് സൈഡായിട്ട് തൈര്, ചമ്മന്തി, നല്ല ചിക്കൻ പൊരിച്ചതും പപ്പടും ഇതൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ആ ചോറൊക്കെ പെട്ടെന്ന് കാലിയാവും. ഈ നെയ്ച്ചോറിൻ്റെ ഫ്രൈനെക്കാട്ടിയും ടേസ്റ്റാണ് ഈ സ്റ്റൂ. അതിൻ്റെ കൂടെ ഒരു കോഴി പൊരിച്ചതും നിർബന്ധമില്ല, എന്നാലും ഈ റൈസിന് ഈ ഈസ്റ്റിൻ്റെ ഗ്രേവി മാത്രം മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.